ശ്രീ എം വിൻസെന്റ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം വിൻസെന്റ്, മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്ന ദൃശ്യം വല്ലാത്തൊരു ദൃശ്യമാണ്. വിൻസെന്റ് MLA, ഈ ദൃശ്യം വല്ലാത്ത ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ്. ഈ സ്ഥലത്ത് ഈ കോവളം പാതയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനെ ഉപയോഗിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്, ബൈക്ക് ഓടിക്കുന്നത്. നടപടി ആവശ്യമുള്ള ഒരു സംഭവമല്ലേ ഇത് MLA? തീർച്ചയായും 100% നടപടി ആവശ്യമാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ക്യാമറയിൽ എടുത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ നാഷണൽ ഹൈവേയിൽ ഒരിടത്തും ക്യാമറകളില്ല. ആ ക്യാമറകൾ ഉണ്ടായിരുന്നെങ്കിൽ കുറേയേറെ ഇത്തരത്തിലുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾ, ഗുരുതരമായ നിയമലംഘനങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ആ ഹൈവേ സംബന്ധിച്ചിടത്തോളം റോഡ് ടാർ ചെയ്ത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു എന്നുള്ളതല്ലാതെ ആ ഹൈവേയിൽ ക്യാമറകളില്ല. അതുപോലെ തന്നെ ഹൈവേയിലെ എൻട്രൻസും എക്സിറ്റും വരുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകമായ അടയാളങ്ങളില്ല. പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല പല ഭാഗങ്ങളിലും. ഇപ്പോ ഈ റോഡിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ 1-2 സ്പോട്ടുകൾ ഒഴിച്ച് മറ്റൊരു സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാതെ കുറ്റാക്കൂരിട്ടാണ് ഈ ഹൈവേയിൽ. MLA, ഒരു കാര്യം, ഈ ഈഞ്ചക്കൽക്കാരോട് പാത സംബന്ധിച്ച് നമ്മുടെ 4-ാം പേജിൽ മാതൃഭൂമി പത്രത്തിന്റെ നാട്ടുവർത്തമാനം പേജിൽ വന്ന റിപ്പോർട്ട് വളരെ ഗൗരവമുള്ളതാണ്. കാരണം 4 വർഷത്തിനിടെ മരിച്ചത് 32 പേരാണ്. 32 കുടുംബങ്ങളുടെ ആശ്രയമായിട്ടിരുന്ന അതായത് യുവാക്കളടക്കം നിരവധി പേർ. ഏറ്റവും ഒടുവിലായി 27-കാരനാണ് ദിൽഷാന്താണ് മരണപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവിടെ തോന്നിയതുപോലെ വാഹനങ്ങൾ ഓടിക്കുകയാണ്. സ്ഥലം MLA ആണ്. അങ്ങ് ഇത് ഗൗരവത്തോടുകൂടി കാണണം. നമുക്ക് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും? ഇവിടെ സ്ഥിരമായ പരിശോധനകൾ ഉണ്ടാകണം, അവിടെ വഴിവിളക്കുകൾ ഉണ്ടാകണം, അവിടെ ക്യാമറ കണ്ണുകൾ വേണം. MLAക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് ഒരു വ്യക്തി, ഒരു പോലീസുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാള് പുലർച്ചെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് മരണമാണ്. കാഞ്ഞിരംകുളം സ്വദേശിയാണ്, മരണപ്പെടുകയുണ്ടായത്. ഈ കാര്യത്തില് നാഷണൽ ഹൈവേ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പറഞ്ഞാലും ഒന്നും ചെയ്യാത്ത, അവര് മനസ്സിൽ കാണുന്ന കാര്യങ്ങളല്ലാതെ അങ്ങനെ വിട്ടാൽ കൊള്ളില്ല. കാരണം 32 പേര് മരണപ്പെടുക എന്ന് പറയുമ്പോൾ 32 കുടുംബങ്ങൾ ആശ്രയമായിരുന്ന ആളുകളില്ല. നമുക്ക് ഇവര് ഇങ്ങനെയാണെങ്കിൽ, കാരണം വിളിച്ചാൽ വിളിയേക്കില്ല, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ പ്രതിഷേധം സംഘടിപ്പിക്കണം. ജനപ്രതിനിധികളാണ് നമ്മൾ. താങ്കൾ മാത്രമല്ല ആയിരിക്കും അവിടെ ഉള്ളത്. എല്ലാവരെയും കൈകോർത്ത് നമുക്കൊരു പ്രൊട്ടസ്റ്റിലേക്ക് അടക്കം പോകണം. ഞങ്ങള് 45 ദിവസത്തോളം സമരം ചെയ്ത ഒരു ടോൾ പ്ലാസ, അത് ചെറിയൊരു കാര്യം അവർ സമ്മതിച്ചു എന്നുള്ളതല്ല. അവര് നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു സൗജന്യവും ചെയ്യാറില്ല. അവിടെ ഒരു ടോൾ പ്ലാസ വയ്ക്കേണ്ട സ്ഥലത്തല്ല ടോൾ പ്ലാസ വച്ചിരിക്കുന്നത്. ഇതുമൂലം പ്രാദേശികമായ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതിലും 45 ദിവസത്തോളം സമരം നടത്തിയിട്ട് അനങ്ങിയിട്ടില്ല നാഷണൽ ഹൈവേ അതോറിറ്റി. അപ്പൊ അതാണ് അവരുടെ ഒരു നിലപാട്. അതാണ് അതില് ഇത്തരത്തിൽ കോടതികളോ ആരെങ്കിലും ഇടപെടാതെ ഈ കാര്യത്തിൽ ഇനി ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അക്കാര്യത്തില് ഇടപെട്ട് നടപടി സ്വീകരിക്കണം. തീർച്ചയായും വിൻസെന്റ് MLA, എന്തായാലും നമുക്ക് 32 പേരാണ് അവിടെ മരണപ്പെട്ടത്. അപ്പോൾ ഒരു മരണവഴിയാണിത്. ഈ ക്യാപ്ഷൻ മാതൃഭൂമി ന്യൂസ് നൽകുമ്പോൾ അത് മരണവഴിയാണ്. ഓർക്കണം, ഇതുവഴി പോകുന്ന ഓരോരുത്തരും